വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം യൂറോ കപ്പിലേക്ക്. കിരീടം സ്പെയിനിന്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, സ്പെയിൻ അങ്ങനെ വിജയം ഉറപ്പിച്ചു, കിരീടം ചൂടിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു മത്സരം? വിജയ്, കഴിഞ്ഞ ഒരു മാസക്കാലമായി ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ നോക്കിക്കണ്ട യൂറോ കപ്പിനെ കഴിഞ്ഞ ദിവസത്തോടുകൂടി അതിൻ്റെ ഫൈനൽ മത്സരം നടന്നിരിക്കുന്നു. അതിൽ ഫൈനൽ മത്സരത്തിൽ പ്രധാനപ്പെട്ട, അതായത് ആരാധകരുടെ ഒക്കെ പ്രിയപ്പെട്ട 2 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്, സ്പെയിനും ഇംഗ്ലണ്ടും. ആ ഒരു മത്സരം, അതായത് ആദ്യത്തെ ഒരു 45 മിനിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫൈനലിന് യോജിച്ചൊരു മത്സരമായിരുന്നോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഒരു നനഞ്ഞ മട്ടിലുള്ള ഒരു മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വാശി നമുക്ക്, അല്ലെങ്കിൽ ഒരു ആവേശം ആ മത്സരത്തിൻ്റെ ആദ്യ 45 മിനിറ്റിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ഇരു ടീമുകളും അറ്റാക്കിംഗ് ഫുട്ബോളിൽ നിന്നും മാറി കരുതലോടുകൂടിയുള്ള ഒരു മത്സര ശൈലിയായിരുന്നു കളത്തിൽ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പരസ്പരം ആക്രമിക്കാതെ പ്രതിരോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവസരം കിട്ടുമ്പോൾ മാത്രം ഇത്തരത്തിൽ ഗോളുകൾ സ്കോർ ചെയ്യുക എന്നൊരു തന്ത്രവുമായാണ് 2 ടീമുകളും ഈ കളത്തിലിറങ്ങിയെന്ന് ആദ്യ മിനിറ്റിൽ തന്നെ മനസ്സിലായിരുന്നു. അതിനാൽ തന്നെ ആദ്യത്തെ 45 മിനിറ്റിൽ ഗോൾ രഹിതമായിരുന്നു. ആ മത്സരത്തിന്റെ ഒരു ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ സ്പെയിൻ ഈ മത്സരം വിജയിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും, അതായത് സെക്കൻഡ് ഹാഫിലാണ് യഥാർത്ഥത്തിൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഈ മത്സരത്തിലെ 3 ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 47ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. സ്പെയിൻ ആയിരുന്നു ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. സ്പെയിന് വേണ്ടി നിക്കോ വില്യംസ് 47ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ നേടുന്നു. ആ ഒരു ഗോൾ വന്നതോടുകൂടിയാണ് ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവേശവും ഈ മത്സരത്തിലേക്ക് വന്നത്. പിന്നീട് ഇംഗ്ലണ്ട് ഉണർന്നു കളിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം യൂറോ കപ്പിലെ ഇത്തവണത്തെ, അതായത് 2024 യൂറോ കപ്പിലെ അവസാന മത്സരം, കിരീടം നേടണമെങ്കിൽ ഗോളില്ലാതെ ഒന്നിനും സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് വന്നതോടുകൂടി പിന്നീട് ഇംഗ്ലണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. തുടരെ ആക്രമണങ്ങൾ നടത്തുന്ന ഇംഗ്ലണ്ടിനെയാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സ്പെയിൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഒരു ഗോൾ കൊണ്ട് പിന്നീടുള്ള നിമിഷങ്ങൾ, അതായത് ഏകദേശം പിന്നീട് അങ്ങോട്ട് 50 മിനിറ്റോളം ബാക്കിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഗോളിന്റെ മാത്രം ലീഡിൽ നിൽക്കുന്ന അത്ര സേഫ് അല്ല എന്ന ബോധ്യം സ്പെയിനുമുണ്ട്. അതിനാൽ തന്നെ പിന്നീട് തുടരെ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സ്പെയിനെ കൂടിയാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഇതിന്റെ ഒക്കെ ഒടുവിൽ, അതായത് ഇംഗ്ലണ്ടിന്റെ ആക്രമണത്തിന്റെ ഒടുവിൽ 73ാമത്തെ മിനിറ്റിൽ കോളെ പാമർ വഴി ഇംഗ്ലണ്ട് ഒരു സമനില ഗോൾ നേടുകയാണ്. 1-1, അതായത് 71ാമത്തെ മിനിറ്റിൽ മത്സരം 1-1 എന്ന സമനിലയിൽ പുരോഗമിക്കുന്നു. പിന്നീടും വീണ്ടും വാശിയേറിയ മത്സരം, ഒരു പക്ഷേ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് മത്സരം കടന്നാൽ അവിടെ 2 ടീമുകൾക്കും തുല്യ ശക്തികളാണ്. അതിൽ തന്നെ ആര് വിജയിക്കുമെന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് മത്സരം കടക്കാതെ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ മത്സരം തീർക്കുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇരു ടീമുകളും ആക്രമിച്ചു കളിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. ഇതിൻ്റെയൊക്കെ അവസാനം 86ാമത്തെ മിനിറ്റിൽ സ്പെയിനിന് വേണ്ടി മൈക്കിൾ ഒയാർസബാലാണ് ഈ അവസാന ഗോൾ, അല്ലെങ്കിൽ വിജയ ഗോൾ നേടിയത്. ഈ ഗോളോടുകൂടി സ്പെയിൻ കിരീടം ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് മിനിറ്റുകൾ മാത്രമേ ഇംഗ്ലണ്ടിന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആ ഏറ്റവും അവസാന മിനിറ്റ് വരെ ഇംഗ്ലണ്ട് ഈ മത്സരത്തിൽ പൊരുതി എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു 2-1 സ്പെയിൻ ലീഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം, മത്സരം 90 മിനിറ്റും കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഹെഡർ ഇംഗ്ലണ്ട് പരീക്ഷിക്കുകയാണ്. അത് സ്പെയിൻ്റെ ഗോൾ കീപ്പർ തടുത്തിടുന്നു. വീണ്ടും മറ്റൊരു ഷോട്ട് പോസ്റ്റിലേക്ക് തൊടുത്തുവിടുന്നു. അവിടെ സ്പെയിൻ്റെ താരം ഒരു ഗോൾ ലൈൻ സേവ് നടത്തുന്നു. ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ മത്സരം ഈ ഒരു നിശ്ചിത സമയത്ത് 2-2 എന്ന രീതിയിൽ സമനിലയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ആ ഗോൾ ലൈൻ സേവ് കൂടിയാണ് സ്പെയിനെ കിരീടത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മത്സരത്തിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ കിരീടം എത്തിയത് അർഹതപ്പെട്ട കാലുകളിലേക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ തന്നെയായിരുന്നു മത്സരത്തിന്റെ ആ ഒരു കണക്കുകൾ അത്രയും. അതായത് ഈ ഷോട്ടുകൾ, അതായത് ഈ ഒരു മത്സരത്തിൽ സ്പെയിൻ 16 ഷോട്ടുകളാണ് ഉതിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് ആണെങ്കിൽ 9 ഷോട്ടുകൾ. ഷോട്ട് ഓൺ ടാർഗറ്റ് പരിശോധിക്കുമ്പോൾ സ്പെയിൻ 6 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്, ഇംഗ്ലണ്ടിന് 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. പൊസിഷൻ വെച്ച് നോക്കുമ്പോഴും സ്പെയിന് 66% ബോൾ പൊസിഷൻ ഉണ്ട്, ഇംഗ്ലണ്ടിനാണെങ്കിൽ 34%. ഈ ഒരു യൂറോ കപ്പ് ടൂർണമെന്റ് പരിശോധിക്കുകയാണെങ്കിൽ പണ്ടത്തെ സ്പെയിനിൽ നിന്നും, അതായത് ഒരു കാലത്ത് സ്പെയിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ബോൾ കൈവശം വെച്ച് കളിക്കുക,
എതിരാളികൾക്ക് ബോൾ നൽകാതെ ബോൾ കൈവശം വെച്ച് കളിക്കുക, അവസരം കിട്ടുമ്പോൾ ഗോൾ അടിക്കുക. ആ ഒരു ശൈലിയായിരുന്നു സ്പെയിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ യൂറോ കപ്പിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ആദ്യ മത്സരങ്ങളിലൊക്കെ കണ്ടത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന സ്പെയിനായിരുന്നു. തുടരെ ആക്രമണങ്ങൾ എതിരാളികളുടെ ഗോൾ പോസ്റ്റിലേക്ക് നടത്തുക, അതുവഴി ഗോൾ നേടുക. ഇതായിരുന്നു യൂറോ കപ്പിലെ ആദ്യ മത്സരങ്ങൾ സ്പെയിനിന്റെ ശൈലി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് എത്തുമ്പോൾ പണ്ടത്തെ ആ ശൈലി തന്നെ ഈ സ്പെയിൻ പുറത്തെടുക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കൂടുതൽ സമയം ബോൾ കൈവശം വെച്ചുകൊണ്ട് അധികം ആക്രമണങ്ങളിലേക്ക് ഒന്നും പോകാതെ അവസരങ്ങൾ, അതായത് എതിരാളികളുടെ പ്രതിരോധ നിരയിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഗോൾ പോസ്റ്റിലേക്ക് ഉന്നം വെക്കുക. ഇതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ, അതായത് ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മുന്നോട്ട് വെച്ച ഒരു കളി ശൈലി. അതേസമയം തന്നെ ഈ അവരുടെ ഫോർമേഷൻ പരിശോധിക്കുകയാണെങ്കിൽ സ്പെയിനും ഇംഗ്ലണ്ടും ഒരേ ഫോർമേഷനിലായിരുന്നു കളത്തിലിറങ്ങിയത്. 4-5-1 എന്ന ഒരു ഫോർമേഷനിലായിരുന്നു. 4 പ്രതിരോധ നിര താരങ്ങൾ ഉണ്ടായിരുന്നു, 5 മധ്യനിര താരങ്ങൾ, ഒരു സ്ട്രൈക്കർ. അതായത് മധ്യനിര കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ പ്രതിരോധ നിര കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറ്റങ്ങളിലേക്ക് അധികം കടക്കാതെയുള്ള ഒരു ഫോർമേഷൻ ശൈലിയാണ്. അതിൽ സ്പെയിനു വേണ്ടി ഗോൾ കീപ്പർ പൊസിഷനിൽ സൈമൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പ്രതിരോധ നിരയിലേക്ക് കർവാജാൽ, നോർമാൻഡ്, ഒപ്പം തന്നെ ലാപ്പോടെ, കുക്കുറല്ല, ഇവരായിരുന്നു പ്രതിരോധ നിര കാത്തിരുന്നത്. പിന്നീട് ഈ ഒരു 4-5-1 എന്ന ഒരു ശൈലിയിൽ ഈ മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി 2 താരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സ്പെയിൻ്റെ താരങ്ങൾ റോഡ്രിയും റൂയിസുമായിരുന്നു. പിന്നീട് ഫോർവേഡ്, അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്തുണ്ടായിരുന്നത് യമാലും ഒൽമോയും വില്യംസുമായിരുന്നു. സ്ട്രൈക്കറായി ഉണ്ടായിരുന്നത് മൊറാട്ടയായിരുന്നു. ഇത്തരത്തിലായിരുന്നു സ്പെയിൻ കളിക്കളത്തിലിറങ്ങിയത്. ഇതേ ഒരു ഫോർമേഷനിലാണ് ഇംഗ്ലണ്ടും കളിക്കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിന് വേണ്ടി പിക്ഫോർഡ് ആയിരുന്നു ഈ മത്സരത്തിൽ കീപ്പറായി ഉണ്ടായിരുന്നത്. ഇവരുടെ പ്രതിരോധ നിരയിൽ ഷോ, ഒപ്പം തന്നെ ഗോഹി, സ്റ്റോൺസ്, വോക്കർ, ഈ 4 താരങ്ങൾ ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരയിൽ. അതിനുശേഷം ഡിഫൻസീവ് മിഡ്ഫീൽഡറായ റൈസും മെയിനോയുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു മിഡ്ഫീൽഡിലേക്ക്, അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് ബെല്ലിംഗ്ഹാം, ഒപ്പം തന്നെ ഫോഡൻ, സാക്ക, ഒപ്പം കെയ്ൻ സ്ട്രൈക്കറുമായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് തോൽവി വഴങ്ങിയിരിക്കുന്നു എങ്കിലും അവർ കലാശപ്പോരിലേക്ക് എത്തിയ ആ പോരാട്ടത്തിന്റെ വഴികൾ എങ്ങനെയായിരുന്നു? ഏതൊക്കെ മത്സരങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇംഗ്ലണ്ട് മറ്റു ടീമുകൾക്ക് വെല്ലുവിളികൾ ഉയർത്തിയിരുന്നത്? വിജയ്, നമുക്ക് ഈ അടുത്ത കാലത്തെ ഫുട്ബോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇംഗ്ലണ്ട്. ഞാനിപ്പോൾ ഈ ഫോർമേഷൻ ഞാനിവിടെ പരിശോധിച്ച സമയത്ത് അതിലെ ആ താരങ്ങളുടെ പേരുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ബെല്ലിംഗ്ഹാമുണ്ട്, സാക്കിയുണ്ട്, കെയ്നെ പോലുള്ള മികച്ച, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിര താരങ്ങൾ കളിക്കുന്ന ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ അവർക്ക് തുടർച്ചയായ 2ാം തവണയാണ് ഫൈനലിൽ അടിപതറുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇറ്റലിയോട് പരാജയപ്പെട്ടുകൊണ്ടായിരുന്നു അവർക്ക് കിരീടം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വീണ്ടും സ്പെയിനോട് മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. ആ ഒരു മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ ആ ഒരു നിരാശ ആ ഇംഗ്ലണ്ട് താരങ്ങളുടെ ഒക്കെ തന്നെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. കാരണം തുടർച്ചയായ 2 ഫൈനലുകൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ടീമാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരു മികച്ച ഒരു ടൂർണമെന്റിലെ ഒരു കിരീടത്തിലേക്ക് എത്താൻ വേണ്ടി ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച ഒരുപാട് താരങ്ങളുണ്ട്, മികച്ച പരിശീലകനുണ്ട്. ഈ വേൾഡ് കപ്പിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഒരു കിരീടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം. 1966 ഇതിനു മുന്നേ ഇംഗ്ലണ്ട് ഒരു പ്രധാന ടൂർണമെന്റിന്റെ കിരീടം നേടിയത്. അന്ന് ലോകകപ്പ് നേടിയതിനു ശേഷം പിന്നീട് ഇംഗ്ലണ്ടിന് ഒരു പ്രധാന ടൂർണമെന്റിലെ കിരീടത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 2 ഫൈനലുകൾ അതിനുശേഷം കളിച്ചു. 29 പ്രധാന ടൂർണമെന്റുകളിൽ ഇംഗ്ലണ്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ഫൈനലുകൾ കളിച്ചു. എങ്കിൽ പോലും ഫൈനലിൽ അടിപതറുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും മികച്ച ലീഗ് നടക്കുന്ന ഫുട്ബോൾ ലീഗ് നടക്കുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ വളരെ ക്വാളിറ്റിയുള്ള താരങ്ങൾ, വളരെ ക്വാളിറ്റിയുള്ള ക്ലബ്ബുകളൊക്കെ മത്സരിക്കുന്ന ഒരു ലീഗാണ്. ആ ലീഗ് നടക്കുന്ന രാജ്യത്തിന്, അല്ലെങ്കിൽ ആ ടീമിന് നിലവിൽ ഈ ഒരു കഴിഞ്ഞ ഏകദേശം കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 58ഓളം വർഷങ്ങളായി ഒരു പ്രധാന ടൂർണമെന്റിൽ കിരീടം നേടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ നിരാശയുണ്ടാക്കുന്നതാണ്. ഈ ഒരു യൂറോ കപ്പ്
ടൂർണമെന്റ് എടുത്ത് പരിശോധിക്കുമ്പോഴും വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റം ഒക്കെ ഉണ്ടായിരുന്നത്. ഈ മികച്ച ഒരു മുന്നേറ്റ നിരയുള്ള ടീമാണ്. അത്തരത്തിൽ ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ട് തന്നെ ഒരു പ്രതിരോധ ശൈലിയിലായിരുന്നില്ല പലപ്പോഴും അവരുടെ മത്സരം. എതിരാളികൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തുക എന്നൊരു തന്ത്രം തന്നെയായിരുന്നു ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ടൂർണമെന്റിലെ പല മത്സരങ്ങളെയും ഇംഗ്ലണ്ട് നേരിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനലിലേക്ക് എത്തുമ്പോൾ അവരും ചുവടുമാറ്റുകയായിരുന്നു. അതായത് സ്പെയിൻ പ്രതിരോധ നിരയിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ അത്തരത്തിൽ തന്നെ പ്രതിരോധ നിരയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രം ഗോളിലേക്ക് എത്തുക എന്നൊരു ശൈലിയായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് അവർക്ക് തിരിച്ചടിയായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപക്ഷെ 2-1 എന്ന സ്കോറിൽ ഒതുങ്ങേണ്ടതല്ല, ഒരുപക്ഷെ സ്പെയിൻ 4ഓളം ഗോളുകളെങ്കിലും നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറുടെ പ്രകടനമാണ് ഈ 2 എന്ന സ്കോറിലേക്ക് 2-1 എന്ന സ്കോറിലേക്ക് പരാജയത്തെ അതായിരുന്നു ഈ മത്സരം വിലയിരുത്തുമ്പോൾ പ്രധാനമായും കാണേണ്ട കാര്യങ്ങൾ. അമൽ, കോപ്പ അമേരിക്കയിൽ മത്സരം വൈകി, എന്താണ് കാരണം? കാണികൾ പ്രശ്നമുണ്ടാക്കുന്നു അല്ലെങ്കിൽ സംഘാടനത്തിലെ പിഴവുണ്ടോ? വിജയ്, കോപ്പ അമേരിക്കയിൽ ഈ മത്സരം വൈകാനുണ്ടായ പ്രധാന കാരണം ഈ കാണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം തന്നെയാണ്. അതായത് ഈ ടിക്കറ്റ് എടുക്കാതെ ചില കാണികൾ ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഈ ഒരു കാരണം കൊണ്ടാണ് കോപ്പ അമേരിക്കയിൽ ഇത്തരത്തിൽ മത്സരം വൈകിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ആരാധകർ ഈ ഗേറ്റിന് മുന്നിൽ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേർ ടിക്കറ്റ് എടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ നല്ല ചൂടാണ്. ഇതൊക്കെ തന്നെയും ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഗേറ്റ് ഓപ്പൺ ആക്കിയ ആ ഒരു സമയം ഈ ടിക്കറ്റ് എടുത്തവരും ടിക്കറ്റ് എടുക്കാത്തവരും ഒക്കെ ഒരുമിച്ച് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാത്ത കാണികൾ ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ ഒക്കെ തന്നെയും ഇവരെ പിടികൂടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇരു ടീമിന്റെയും, അതായത് അർജന്റീനയുടെയും കൊളംബിയയുടെയും താരങ്ങൾ പരിശീലനത്തിനായി അല്ലെങ്കിൽ വാമപ്പിനായി ആ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ഉടൻ തന്നെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഈ താരങ്ങൾക്ക് നിർദ്ദേശം നൽകി ഉടൻ തന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിപ്പോവേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാതെ ചില ആരാധകർ അല്ലെങ്കിൽ കാണികൾ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ താരങ്ങളൊക്കെ തന്നെ അതാണ് പ്രശ്നമുണ്ടായത് കോപ്പ അമേരിക്കയിൽ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരം